നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ സെബിപുരം ഭാഗത്ത് താമസിക്കുന്ന പൂതക്കുടി സുബ്രഹ്മണ്യൻ. ഇദ്ദേഹം ഒരു വൃക്കരോഗിയാണ്. 2009 മുതൽ ഇദ്ദേഹം ഈ രോഗത്തിനുള്ള ചികിത്സയിൽ കഴിയുകയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തു വരുന്നു. ഇപ്പോൾ നിലവിൽ മുക്കന്നൂർ MAJM ഹോസ്പിറ്റലിലാണ് ഡയാലിസിസ് ചെയ്തു വരുന്നത്. ഞാൻ ഫാദർ ഷാൻലി ചെർപ്പണത്ത്, സെബിപുരം സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവക വികാരിയാണ്. ഞാനിവിടെ നിൽക്കുന്നത് ഗുഡ്നസ് TV-യുടെ മാന്യ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടിയാണ്. എൻ്റെ ഇടവക ദേവാലയത്തിന് നേരെ മുൻവശത്തുള്ള വീടാണ് ശ്രീ പൂതാക്കുടി കുഞ്ഞുമോൻ്റെ വീട്. അദ്ദേഹം 15 വർഷത്തിലധികമായിട്ട് കിഡ്നി പേഷ്യൻ്റാണ്. അത്രയും നാൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാന്യ പ്രേക്ഷകർ, നന്മ നിറഞ്ഞ ഹൃദയങ്ങൾ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് അതൊരു കൃപയായിരിക്കും, ദൈവാനുഗ്രഹമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ദൈവകൃപയും പ്രാർത്ഥനയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മക്കൾക്ക് സ്ഥിരവരുമാനം ഇല്ലാത്തതിനാൽ ചികിത്സയ്ക്കായുള്ള സാമ്പത്തികത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ ഗുഡ്നസ് TV-യുടെ ശമരിയൻ പ്രോഗ്രാമിലേക്ക് അപേക്ഷ സമർപ്പിച്ചത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഗുഡ്നസ് TV-യുടെ പ്രേക്ഷകർ അകമഴിഞ്ഞ് പലരെയും സഹായിച്ചിട്ടുള്ളത് കേട്ടറിഞ്ഞാണ് ഇവർ നമ്മെ സമീപിച്ചത്. എറണാകുളം ജില്ലയിലെ മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ വാർഡിലെ ഒരംഗമായ പൂതാക്കുടി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തി കിഡ്നി സംബന്ധമായ രോഗത്താൽ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് അവർ. സാമ്പത്തികമായ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇദ്ദേഹം നല്ലൊരു കൽപ്പണിക്കാരനായിരുന്നു. സ്വന്തം ഭവനം ഉൾപ്പെടെ തൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് നിർമ്മിച്ചത്. ഇപ്പോൾ അധ്വാനിക്കാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ഇദ്ദേഹം. ഇത്തരം ഒരു രോഗമായതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡയാലിസിസ് ചെയ്തേ പറ്റൂ. അത് ചിലവേറിയ കാര്യമായതിനാൽ തന്നെ മുടക്കം കൂടാതെ നിർവഹിക്കുവാൻ ഇവർ പ്രയാസപ്പെടുകയാണ്. എൻ്റെ പേര് രാജൻ എന്നാണ്. ഞാൻ സുബ്രഹ്മണ്യൻ്റെ അയൽവാസിയാണ്. അദ്ദേഹം നല്ലൊരു കോൺക്രീറ്റ് വർക്കറായിരുന്നു. ധാരാളം വർക്കുകൾ എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖം വന്നു. ഇപ്പോൾ ഒരു 10-13 കൊല്ലത്തോളമായി 10 കൊല്ലത്തോളമായി മുടങ്ങാതെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. നല്ല രീതിയിൽ ജീവിച്ച കുടുംബമായിരുന്നു. പക്ഷേ ഈ ചികിത്സാ ചെലവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ദുരിതത്തിലാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇത് കാണുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഓർക്കുക, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത് ഈ വ്യക്തിയെ നമ്മൾ സഹായിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിന് അതൊരു അനുഗ്രഹമായിട്ട് മാറും. ഈ സഹായം നമ്മൾ ദൈവത്തിന് ചെയ്യുന്നതായിട്ട് തന്നെ നമ്മൾ കണക്കൂട്ടി ചെയ്യണം. ഇപ്പോൾ ഇവർ ഗുഡ്നസ് TV-യുടെ നല്ലവരായ പ്രേക്ഷകരുടെ സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ
പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയാണ്. സ്വന്തം വിയർപ്പിന്റെ വിലയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതയാത്രയുടെ ഇന്ധനം. എൻ്റെ പേര് മോഹിനി. എൻ്റെ ഭർത്താവ് കുഞ്ഞുമെന്ന് വിളിക്കണ 2009 അസുഖം തുടങ്ങിയത്. അതായത് ആൾക്ക് ഒരു വയറുവേദന ആദ്യമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഛർദിലുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ദഹിക്കാത്ത പോലെയുള്ള ഛർദിൽ. അപ്പം എന്തോ സംശയം തോന്നിയായിരുന്നു. പിന്നെ ആള് വാർക്കപ്പണിക്കാണ്, ആളുടെ തൊഴിൽ വാർക്കയായിരുന്നു. ഇവിടുത്തെ പെരപണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിങ്ങനെ അസുഖം തുടങ്ങിയത്. ആൾക്ക് വാർക്കപ്പണി ആയതുകൊണ്ട് ഇവിടുത്തെ പെരയൊക്കെ ആള് പൂർത്തീകരിച്ച് പണി കഴിച്ചു. പിന്നെ വേറെ കൂലിപ്പണിക്ക് പോയ സമയത്ത് അവിടെ വെച്ച് വയറുവേദന എടുത്തായിരുന്നു. അവിടെ വെച്ച് വയറുവേദന എടുത്തപ്പോൾ അവിടെ നിന്ന് അവർ മഞ്ഞപ്ര മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ സംശയം തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, അങ്ങനെ എനിക്കൊരു സംശയമുണ്ട്, എന്തോരം, അപ്പം നിങ്ങൾക്ക് എവിടേക്കാണ് വരണമെന്ന് ആസ്പത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ലിസിലേക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ലിസിയിൽ ചെന്ന് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ലിസിയിൽ പോയി. അവിടെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു 2 കിഡ്നിയും ചുരുങ്ങിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 15 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്കിങ്ങനെ മരുന്നും ടെസ്റ്റുകളും വേണം. അപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഞങ്ങളത് 1 വർഷം വരെ ചികിത്സിച്ചു. ആ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറ്റാണ്ട് ഒരു ഗവൺമെൻറ് ആസ്പത്രിയിലെ ഒരു ഡോക്ടറായിട്ട് ഭർത്താവിനും പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അവിടേക്ക് റെഫർ ചെയ്ത് തന്നായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പിറ്റേ വർഷം തന്നെ 2010 9 അസുഖം തുടങ്ങി 10 ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മുളകുന്നത്താവിൽ പോയായിരുന്നു. അങ്ങനെ അവിടുത്തെ ചികിത്സയായിരുന്നു. അങ്ങനെ 4 വർഷവും ഞങ്ങൾ മരുന്നുമ്പോൾ തന്നെ കഴിഞ്ഞായിരുന്നു. 4 വർഷം കഴിഞ്ഞ, അതായത് ഞങ്ങളെ ഡോക്ടർ ബിജു ഗോവിന്ദൻ എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു. അപ്പോൾ അവരിങ്ങോട്ട് വന്ന് ഇവിടെ ചികിത്സപ്പോൾ ആള് പ്രൈവറ്റായിട്ട് ഇരിക്കേണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ പോയി കണ്ട് തൃശ്ശൂർ മുളകുന്നത്താവിലെ മരുന്നും കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 4 വർഷം മരുന്ന് കൊണ്ട് ഞങ്ങൾ ചികിത്സിച്ചു. പിന്നെ ആളുടെ ക്രിയാറ്റിൻ കൂടി വന്നു. അങ്ങനെ ഒരു ക്രിയാറ്റിൻ 9 ആയപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു നീ ഡയാലിസിസ് തുടങ്ങണമെന്ന് പറഞ്ഞു. അധ്വാനിക്കുവാൻ പറ്റാതെ അതിലൂടെ കുടുംബം പുലർത്തുവാൻ കഴിയാതെ വരുന്ന മനസ്സുകളുടെ നൊമ്പരങ്ങളെ പരസ്നേഹ പ്രവൃത്തിയുടെ ഫലമായി മാറ്റിയെടുക്കുവാൻ കഴിയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. പണി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. വാർക്കപ്പണിക്ക് പിന്നെയും പോയിരുന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പണിക്ക് പൊക്കോളം പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു 4 വർഷം വരെ വീണ്ടും ആള് തൊഴിലിന് പോയായിരുന്നു. പിന്നെ ആൾക്ക് ഡയാലിസിസ് തുടങ്ങിയപ്പോൾ പിന്നെ ഡയാലിസിസ് ഞങ്ങൾ അങ്കമാലി LF ഫസ്റ്റിൽ ചെയ്തത്. അപ്പം മരുന്ന് അവിടത്തെയും ഡയാലിസിസ് ഇവിടെയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ മരുന്ന് 2010 തുടങ്ങി മുളകുന്നത്താവ് ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയ ഡയാലിസിസ് 4 വർഷം കഴിഞ്ഞപ്പോൾ ഡയാലിസിസ് തുടങ്ങി. ഇപ്പം മൂക്കന്നൂർ ചെയ്തായിരുന്നു. അങ്ങനെ പല ആസ്പത്രികളിലായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പെട്ടെന്ന് ഒരു ഫിസ്റ്റൽ, അതായത് മുന്നേ അടുത്ത ടൈമിൽ ഇട്ടായിരുന്നേ, ആ ഫിസ്റ്റൽ നമ്മുടെ BP കുറയുമ്പോൾ ഫിസ്റ്റൽ പോകുമായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത കാലം അടുത്ത ഫിസ്റ്റൽ പോയായിരുന്നു. അങ്ങനെ ഞങ്ങളത് തൃശ്ശൂർ LIGയിലാണ് ഫിസ്റ്റൽ ഇടണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിസ്റ്റലിൽ പോയപ്പോൾ പിന്നെ കഴുത്തിൽ കുറച്ച് നാൾ കഴുത്തിൽ അങ്ങനെ ട്യൂബിട്ട് കണ്ട് കഴുത്തിക്കൂടെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വലത്ത് കൈമ ഫിസ്റ്റൽ പിടിപ്പിച്ചു. അതും തൃശ്ശൂർ ലൈറ്റിൽ പോയാണ് ചെയ്തത്. അപ്പം അങ്ങനെ പിടിപ്പിച്ച് ഫിസ്റ്റലിൽ പോയിട്ട് വീണ്ടും ഈ ഒരു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഫിസ്റ്റൽ വീണ്ടും കംപ്ലൈൻറ്റ് വന്ന് ബ്ലോക്ക് വന്ന് 2 ദിവസം ICUയിലും 3 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് പിന്നെ ഡോക്ടർ ഞങ്ങൾ തൃശ്ശൂർ ലൈറ്റിൽ തന്നെ ഒരു 3-4 പ്രാവശ്യം കൂടി വീണ്ടും പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിസ്റ്റലിൽ പോയിട്ടില്ല, പക്ഷേ സിസ്റ്റർമാരോടൊന്നും കൂടിയും അത് ഡോക്ടർ വരച്ച് കാണിച്ചു തന്നു. ഇവിടെ കുത്താൻ പറഞ്ഞ് അങ്ങനെ 2-3 സ്ഥലത്തായിട്ട് ഇപ്പോൾ കുത്തിക്കൊണ്ട് ഇപ്പം ഡയാലിസിസ് ചെയ്ത് പോയിരുന്നു. പക്ഷെ ഇപ്പോഴും വീണ്ടും ആൾക്ക് ഇതിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം 5 പ്രാവശ്യം കുത്തി പിന്നെയാണ് ബ്ലഡ് കിട്ടിയത്. അപ്പം എന്തോ പ്രോബ്ലം ഇന്നും സംശയമാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ പോയി ആ കുത്തി കിട്ടുമെന്നുള്ളത്. കാരണം ഫിസ്റ്റലിന് എന്തൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം അതായത് അതിൻ്റെ ഫ്ലോ കുറവാണെന്നപ്പോൾ സിസ്റ്റർമാർ പറയണേ. ഇപ്പം വീണ്ടും ഞങ്ങളിപ്പോൾ ഇന്നലെ ലൈറ്റിൽ ഡോക്ടറെ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഡയാലിസിസ് ചെയ്തിട്ട് ചെയ്യാൻ പോയിട്ട് പറ്റിയില്ലെങ്കിൽ ഞങ്ങളോട് നാളെ ലൈറ്റിലേക്ക് വീണ്ടും ചെല്ലാൻ മതി, കാരണം ഫിസ്റ്റലിൽ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് വീണ്ടും.
അപ്പോൾ പിന്നെ ഇങ്ങനെ കഴുത്തിൽ നെഞ്ചിലൊക്കെ ഇടണമെങ്കിൽ 40,000 60,000 രൂപ ഇങ്ങനെ വേണ്ടിയും വരും ഫിസ്റ്റിൽ വേറെ ചെയ്യണമെങ്കിൽ. ഇനി എന്തായാലും ഇന്നിപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നൊരു കുത്തി കിട്ടുമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാലും ഇപ്പം ഇന്ന് പോകണം. ഇന്നലെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ചെയ്യാത്ത കാരണം ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ശ്വാസമുട്ടിൻ്റെ ഒരു നേരിതുണ്ട്. പക്ഷെ അവിടെ നിന്ന് വരുന്ന ഡിവൈനിൽ നിന്ന് വരുന്ന കാരണം ഇന്നിപ്പോൾ പോയില്ല ഞങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകണം, ഡയാലിസിസ് ചെയ്യാൻ പോകണം. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഇന്നിപ്പോൾ കുത്തി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ നാളെ LIT പോകേണ്ടി വരും. കാരണം ഫിസ്റ്റലിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് ആൾക്ക്. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോ കുറവായിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ആസ്പത്രിയിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ശ്വാസം മുട്ടിൻ്റെ ഒന്ന് നേരിതായിട്ടുണ്ട് ആൾക്ക്. അനേകരുടെ കണ്ണീരൊപ്പാൻ നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത്തരം അവസരങ്ങളെ നന്മ പ്രവൃത്തികൾക്കായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ഒരു പുണ്യം തന്നെയാണ്. നിലവിലിപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. കാരണം 2 മക്കളുണ്ട്. അവർക്കൊരാൾക്കാണ് വണ്ടി പോകണം, ആൾക്കാണെങ്കിൽ വണ്ടി പോയാലും ഇടയ്ക്ക് ഇപ്പോൾ ഓട്ടമൊന്നുമില്ല. തമിഴ്നാട് പോയാലും വണ്ടി പിടിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കാരണം ഞങ്ങൾക്ക്. പിന്നെ ഇളയമാനാണെങ്കിൽ ഇവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലിക്ക് പോണേ. അങ്ങനെ പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ പലരും അങ്ങനെ അവരവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സഹായം. എന്നാലും എത്രമാത്രം ഒരു ദിവസത്തിൽ 4,500 രൂപ ഡയാലിസിന് തന്നെ വേണം. പിന്നെ 5 ദിവസം കഴിയുമ്പോൾ ഡയാലിസിനും ട്യൂബ് മാറ്റണം. അപ്പോൾ അതിന് പൈസ വേറെ, അതിന് വേണം 1,500 രൂപ വേറെ. അപ്പം അങ്ങനെ മൊത്തം പൈസ നല്ലൊരു 30,000 രൂപ അടുത്തോളം ഞങ്ങൾക്ക് ഒരു മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ചിലവ് താങ്ങാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കണില്ല. പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാലും ഗവൺമെൻറ് ആശുപത്രിയിൽ ഇപ്പോൾ ആലുവ വരെ പോകണം. അവിടെ ഡയാലിസ് ഉണ്ട്, ഫ്രീ ആയിട്ട് ഡയാലിസിസ് ഉണ്ട്. പക്ഷേ നമുക്ക് 200 രൂപ കൊടുത്ത കാര്യം ഡയാലിസിസ് ചെയ്യാം. പക്ഷേ എന്നാലും ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടാക്കണം. അവിടെ നിന്ന് കൊണ്ടുവരണം, നമ്മളൊരാൾ പോയി നിൽക്കണം. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്ട് ഇവിടെ പ്രൈവറ്റിൽ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോണ്. അങ്ങനെ അവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർക്കുകയും ഞങ്ങളുടെ സഹായം, ഞങ്ങൾ ഇത്രയും വർഷമായി, ഞങ്ങൾ 16 വർഷമായി ഞങ്ങൾ ഈ അസുഖത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലാണ്. മക്കളായാലും അവർക്കൊരു തൊഴിലായിട്ട് ഒന്നുമില്ല, അത്ര ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ സഹായവും എല്ലാം ഞങ്ങൾക്ക് വേണം. അപ്പം നിങ്ങളെ പ്രാർത്ഥനകൾ ഓർക്കുക, സഹായിക്കുക, അപേക്ഷിക്കുകയാണ് ഞങ്ങൾ. ഞാൻ ഡയാലിസിസ് തുടങ്ങിയിട്ട് 10 കൊല്ലമായി. എനിക്ക് സാമ്പത്തികമായി ആകെ ബുദ്ധിമുട്ടിലാണ്. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജനം എന്നെ സഹായിക്കുക എന്ന് ദൈവനാമത്തിൽ ഞാൻ പറയുന്നു. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ സമക്ഷം ഞങ്ങൾ ഇവരുടെ അപേക്ഷ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായവും നൽകി ഈ കുടുംബത്തിൻ്റെ വേദനകൾക്ക് ഒരാശ്വാസമാകുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. അങ്ങനെ ദൈവഹിതം നിറവേറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്നേഹസേവനങ്ങളെ ഞങ്ങൾ എന്നും നന്ദിപൂർവ്വം സ്മരിക്കുകയും നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. എല്ലാ ഐശ്വര്യങ്ങളും കൃപകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision
gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ റൂബി എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധിയാണ് ഇപ്പോൾ കൈമാറുന്നതിന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് റൂബി എന്ന സഹോദരനാണ്. അദ്ദേഹത്തിന് 44 വയസ്സുണ്ട്. കൊല്ലം അടുത്ത് മാവേലിക്കരയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. 32ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കിഡ്നി രോഗം ബാധിച്ചു. ആഴ്ചയിൽ 2 പ്രാവശ്യം ബെൻസിഗർ ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിവാഹിതനാണ്. ഒരു ചേട്ടനും മാതാപിതാക്കളുമാണ് അദ്ദേഹത്തിനുള്ളത്. അവരാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചിലവുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇപ്പോൾ രോഗിയായിട്ട് മാറി. സഹോദരനും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ആകപ്പാടെ ഉള്ളത് 3 സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ്. ഈ സാഹചര്യത്തിലാണ് ഗുഡ്നസ് ടി വി അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ഇടയാവുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഗുഡ്നസ് ടി വിയിലൂടെ നല്ലവരായ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ അത് അവരുടെ തന്നെ ഒരു ആവശ്യമായിട്ട് ഏറ്റെടുത്ത് വളരെ നിർലോഭം സഹകരിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് സമാഹരിച്ച 1,25,000 രൂപയുടെ ചെക്ക് ഇപ്പോൾ കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആ തുക ഞാനിപ്പോൾ ആ റൂബിൻ്റെ തന്നെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സഹകരിച്ചതുകൊണ്ടാണ് ഗുഡ്നസ് ടി വിക്ക് ഇപ്പോൾ ഈ റൂബൻ എന്ന സഹോദരനെ സഹായിക്കാനായിട്ട് സാധിച്ചത്. അവരുടെ ആവശ്യം അല്ലെങ്കിൽ പണസംബന്ധമായിട്ടുള്ള ആവശ്യം ഈ ഒരു തുക കൊടുത്തതുകൊണ്ട് തീരുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്നാലും അവരുടെ ആവശ്യങ്ങൾ ഒരു ആശ്വാസമായിട്ട് അത് തീരും എന്നതിൽ എനിക്ക് നല്ല ബോധ്യവുമുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും നന്ദിപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. മറ്റുള്ളവരുടെ വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ടപ്പോൾ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സഹായം ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നിയതുകൊണ്ടും ആ മനോഭാവം ഉണ്ടായതുകൊണ്ടുമാണല്ലോ ഇതിനോട് സഹകരിക്കുന്നതിനായിട്ട് നിങ്ങൾ തയ്യാറായത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ എനിക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, ഇതിനെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത് വളരെ പാവപ്പെട്ട ആളുകളാണ്. അവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എനിക്ക് ഈ രോഗം വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എത്ര ഭാഗ്യവാനാണ്, അതുകൊണ്ടല്ലേ എനിക്ക് ജോലി ചെയ്യുന്നതിനും പണം സമാഹരിക്കുന്നതിനുമൊക്കെ സാധിക്കുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനല്ലേ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് പലരും അത് ചെയ്യുന്നതിനായിട്ട് തയ്യാറാകുന്നത്. അവരുടെ വരുമാനത്തിൽ നിന്നും അവരുടെ പല ആവശ്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ചെറിയ തുകയൊക്കെയാണ് 500 രൂപയും 200 രൂപയും 100 രൂപയും ഒക്കെയാണ് പലരും സംഭാവന ചെയ്യുന്നത്. വിധവയുടെ കൊച്ചുകാശിനെ പോലും അഭിനന്ദിച്ച ഈശോ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം നൽകും, അത് കണക്കിലെടുക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും നന്ദിപൂർവ്വം ഞാൻ ഓർക്കുകയും ഗുഡ്നസ് ടി വിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇനിയും നമുക്ക് ഈ റോബി എന്ന സഹോദരനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സഹോദരന് വേണ്ടി പണം കൊടുത്തതുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. പ്രാർത്ഥനയിൽ ഓർത്ത് അദ്ദേഹത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആയുസ്സും ആരോഗ്യവും ദൈവം നൽകുന്നതിന് വേണ്ടി നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് രോഗസൗഖ്യം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്കും ആയുസ്സും ആരോഗ്യവും ദൈവം സമൃദ്ധമായിട്ട് നൽകുന്നതിന് ഇടയാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടി വിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ സാമ്പത്തികമായി സഹായിച്ച എല്ലാ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.